ഓഗസ്റ്റ് മാസം ചില രാശിക്കാർക്ക് നല്ല ഫലങ്ങളും ചിലർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളും ലഭിക്കുന്നു. മാസത്തിന്റെ ആദ്യ പകുതിയും അവസാനവുമെല്ലാം വ്യത്യസ്തമായ ഫലങ്ങൾ കാണിക്കുന്ന രാശിയുണ്ട്. ഓഗസ്റ്റ് മാസം ഇവർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം കൂടുന്ന മേടം രാശിക്കാർക്ക് മാസത്തുടക്കത്തിൽ തന്നെ അവരുടെ സംസാരത്തിലും സ്വഭാവത്തിലും ഒക്കെ വളരെയധികം നിയന്ത്രണം ഏർപ്പെടുത്തണം. ഈ സമയത്ത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് ജോലിയെ തന്നെ നശിപ്പിക്കും. അതുപോലെ പരീക്ഷാ മത്സരത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ഈ സമയം ശുഭകരമായിരിക്കും. ചില കാരണങ്ങളാൽ നിങ്ങളുടെ ആരോഗ്യം മോശമാവുകയാണെങ്കിൽ അത് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിചാരിക്കുന്ന കാര്യം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തും. അതുപോലെ ജോലി സ്ഥലത്ത് മറ്റുള്ളവരും ഒക്കെ ആയിട്ട് കലഹിക്കുന്നതിന് പകരം ആളുകളും ഒക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ എപ്പോഴും തയ്യാറായിരിക്കും. ആസൂത്രണം ചെയ്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പറ്റും. തൊഴിൽ, ബിസിനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന യാത്രകൾ ആഗ്രഹിച്ചതുപോലെ വിജയം ലഭിക്കുന്നതായിരിക്കും. പങ്കാളിയുമായി മാത്രമല്ല ബന്ധുക്കളും ഒക്കെയായി നല്ല ബന്ധം നിലനിർത്താൻ മാസത്തിൻ്റെ ആരംഭത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ അവഗണിക്കുന്നത് നല്ലതായിരിക്കും. കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ പകുതി ഇവ ചേരുന്ന ഇടവം രാശിക്കാർക്ക് മാസ ആരംഭത്തിൽ ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ഉണ്ടാവും. യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും ഒക്കെ പുരോഗതി ഉണ്ടാവും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ആഗ്രഹിച്ച നേട്ടങ്ങൾ ലഭിക്കും. തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന മാർഗം ഉണ്ടാകും. മാർക്കറ്റിംഗ്, ഭൂമി നിർമ്മാണം, കരാർ ജോലികൾ എന്നിവ ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനത്തിന് ശേഷം മാത്രമേ അവർക്ക് ആഗ്രഹിച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഈ കാലയളവിൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാസാവസാനം വരെ വളരെ അനുകൂലമായിരിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അത് സാധ്യമാകും. അതുപോലെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരവുമായിരിക്കും. മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദം ഇവ ചേർന്ന മിഥുന രാശിക്കാർക്ക് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ തർക്കങ്ങളോ അതെല്ലാം നീങ്ങുന്നതിനാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. പൂർവിക സ്വത്ത് സമ്പാദിക്കുന്നതിനോ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നീങ്ങിക്കിട്ടും. ഭൂമി, കെട്ടിടം, വാഹനം എന്നിവ വാങ്ങാനും സാധിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാവും. മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ജീവിത വിജയം, അതുപോലെ ലാഭം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ തിരക്ക് കൂട്ടരുത്. അതിനു മുമ്പ് നമ്മുടെ അഭ്യുദയകാംക്ഷികളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്നവരിൽ നിന്നോ ഒക്കെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. മാസത്തിലെ മധ്യഭാഗമാണെങ്കിൽ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. ഈ കാലയളവിൽ ചില വലിയ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ബജറ്റിനെ നശിപ്പിക്കും. അതുപോലെ ശ്രദ്ധയോടെ ഇരിക്കുക. അവസാന പകുതിയിൽ ആരോഗ്യത്തിലും ബന്ധത്തിലും ഒക്കെ ഒരു പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രണയബന്ധങ്ങളിലൊക്കെ ഒരു ചുവടുവയ്പ് നടത്താവുള്ളൂ. അല്ലാത്ത പക്ഷം പിന്നീട് ഖേദിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും. എന്നാൽ കുടുംബജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് മനസ്സെപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും. നല്ല ആരോഗ്യം നിലനിർത്താൻ നിങ്ങളുടെ ദിനചര്യയിലും ഭക്ഷണശീലങ്ങളും ഒക്കെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ചേർന്ന കർക്കിടകം രാശിക്കാർക്ക് മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ച വളരെ നല്ലതായിരിക്കും. മാസത്തിൻ്റെ ആരംഭം മുതൽ ഇവരുടെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നന്നായിട്ട് അവതരിപ്പിക്കുവാൻ കഴിയും. അതുവഴി നിങ്ങളുടെ കരിയർ, ബിസിനസ് മുതലായവയിൽ വിജയം ലഭിക്കും. അതുപോലെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിൽ വിജയിക്കും. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും ഒക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ഈ സമയം ശുഭകരമായിരിക്കും.
ഈ കാലയളവിൽ നടത്തുന്ന യാത്രകൾ കരിയറിലും ബിസിനസ്സിലും ഒക്കെ വളരെയധികം വിജയം നൽകും. മാസം മധ്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചില വലിയ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഭൂമി നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളിൽ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നേക്കാം. ചില കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും നിങ്ങളുടെ അമ്മയുടെ അനുഗ്രഹവും പിന്തുണയും എല്ലാം ഉണ്ടാകും. അതുവഴി ദാമ്പത്യ ജീവിതമൊക്കെ സുഖകരമായിരിക്കും. ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേരുന്ന ചിങ്ങം രാശിക്കാർ. ആഗസ്റ്റ് മാസം ചിങ്ങം രാശിക്കാർക്ക് വളരെ ശുഭകരമാണെന്നും ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കുമെന്നും പറയാൻ സാധിക്കും. ഓഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭം മുതൽ പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒക്കെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഈ സമയത്ത് നിങ്ങൾ നിരവധി വലിയ നേട്ടങ്ങൾ കൈവരിക്കും. അത് കുടുംബത്തിൽ സന്തോഷത്തിന് കാരണമുണ്ടാകും. തൊഴിൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ വളരെ ശുഭകരമായിരിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. അപകട സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ഓഗസ്റ്റ് മാസം വളരെ അനുകൂലമായിരിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരവുമായിരിക്കും. ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിരാശി. ഓഗസ്റ്റ് മാസം കന്നിരാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ തരുന്ന മാസമായിരിക്കും. ജോലികൾ പൂർത്തിയാക്കാൻ കഠിനാധ്വാനവും പരിശ്രമവും ആവശ്യമായി വരും. നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും പ്രത്യേക ശ്രദ്ധ നൽകണം. അസുഖങ്ങൾ മൂലം നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഈ കാലയളവിൽ നിങ്ങളുടെ ദിനചര്യകളും ഭക്ഷണശീലങ്ങളും ശരിയായി സൂക്ഷിക്കുക. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആഗ്രഹിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ ലഭിക്കും. ഭൂമിയോ കെട്ടിടമോ ഒക്കെ വാങ്ങണമെന്ന് കുറേ നാളുകളായി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ മാസം പകുതിയോടെ ആഗ്രഹം സാധിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുകയും അതുപോലെ നിങ്ങളുടെ പങ്കാളിയൊക്കെ ആയിട്ട് പരസ്പര ഐക്യം വർദ്ധിക്കുകയും ചെയ്യും. ചിത്തിര അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ മുക്കാലും ചേർന്ന തുലാം രാശിക്കാർ. ഈ രാശിക്കാർക്ക് മാസാദ്യം ഭാഗ്യം ഉണ്ടാകും. ധൈര്യവും കഠിനാധ്വാനവും കൊണ്ട് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സാധിക്കും. ജോലിസ്ഥലത്തെ മുതിർന്നവർ ജോലിയെ പ്രശംസിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. എന്നിരുന്നാലും ജോലിയുടെ കാര്യത്തിൽ മാസം മധ്യത്തിൽ പെട്ടെന്നൊരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് മറികടക്കാൻ സുഹൃത്തുക്കൾ വളരെയധികം സഹായിക്കും. ഭൂമി, കെട്ടിടം, വാഹനം എന്നിവ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം ആഗ്രഹം സാധിക്കും. മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ ജോലിയിൽ മന്ദഗതിയിലുള്ള പുരോഗതിയും ലാഭവും ഒക്കെ ഉണ്ടാകും. ശാരീരികവും മാനസികവുമായ ക്ഷീണം നിലനിൽക്കും. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം മികച്ചതായിരിക്കും. അതുപോലെ മാതാപിതാക്കളുടെ അനുഗ്രഹം നിലനിൽക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട ചേർന്ന വൃശ്ചികം രാശിക്കാർ. ആഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭം വൃശ്ചിക രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും. ഈ സമയത്ത് ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. വിപണിയിൽ കുടുങ്ങിക്കിടക്കുന്ന ബിസിനസ്സുകാരുടെ പണം അപ്രതീക്ഷിതമായി പുറത്തു വരും. അത് പദ്ധതിയിലും മുൻകൂർ നിക്ഷേപം നടത്തിയാൽ വലിയ ലാഭം തന്നെ ഉണ്ടാകും. സമ്പത്ത് വർദ്ധിക്കും. വളരെ കാലമായി ജോലി അന്വേഷിക്കുകയാണെങ്കിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. ശ്രമിച്ചാൽ ആഗ്രഹിച്ച വിജയം നേടാനാകും. മാസമധ്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ മതപരമായ അല്ലെങ്കിൽ മംഗളകരമായ എന്തെങ്കിലും ജോലികൾ ഉണ്ടാകും. അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കും. വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം തന്നെ ഉണ്ടാകും. സംസാരിക്കുമ്പോൾ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മാസത്തിൻ്റെ അവസാന പകുതിയിൽ ആരോഗ്യവും നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമായി വന്നേക്കാം. പ്രണയ പങ്കാളിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം സന്തോഷകരമായി തുടരും. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുരാശി. ധനുരാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. മാസത്തിൻ്റെ ആരംഭം ഐശ്വര്യവും വിജയവും നൽകും. ഈ സമയത്ത് വീട്ടിലും പുറത്തുമുള്ള ആളുകളിൽ നിന്ന് പിന്തുണ ഉണ്ടാകും. സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ
ഒരു വലിയ പദ്ധതിയിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കും. ഈ കാലയളവിൽ ആസൂത്രണം ചെയ്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനുരാശിക്കാർ ഓഗസ്റ്റ് മാസത്തിൽ തങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും പ്രത്യേകം പരിശ്രമിക്കേണ്ടി വരും. ചില വിഷയങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് തെറ്റായ ഉപദേശം നൽകുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളുടെ അഹംഭാവം ഉപേക്ഷിക്കുകയും അതുപോലെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം തിരികെ കൊണ്ടുവരാൻ സ്വയം മുൻകൈ എടുക്കുകയും വേണം. മാസാവസാനം കുട്ടികളുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ സന്തോഷത്തിനും ബഹുമാനത്തിനും ഒക്കെ കാരണമായി തീരും. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യത്തെ കാൽഭാഗം ചേർന്ന മകരം രാശിക്കാർക്കും ഈ ഓഗസ്റ്റ് മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. മാസത്തിൻ്റെ ആരംഭത്തിൽ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ അവസാനം ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കും. തൊഴിൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ മടുപ്പുളവാക്കുന്നതായിരിക്കും. പ്രതീക്ഷിച്ചതിലും ഫലം കുറഞ്ഞതുമായിരിക്കും. വീടുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുള്ള ചിലവുകൾ കാരണം ബജറ്റ് തെറ്റാൻ സാധ്യതയുണ്ട്. മാസം മധ്യത്തിൽ കരിയറിലും ബിസിനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അതുപോലെ മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിൽ ചില വിഷയങ്ങളിൽ കുടുംബാംഗങ്ങളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാം. ഇത് മനസ്സിനെ അസ്വസ്ഥമാക്കും. ഓഗസ്റ്റ് മാസത്തിൻ്റെ 2ാം പകുതിയിൽ നിങ്ങൾക്ക് മികച്ച വിജയം ലഭിച്ചേക്കാം. ആരോഗ്യം സാധാരണ നിലയിലായിരിക്കുകയും പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. അവിവാഹിതരാണെങ്കിൽ വിവാഹം ഉറപ്പിക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. അവിട്ടത്തിൻ്റെ പകുതി ചതയം, പൂരിട്ടാതി, മുക്കാലും ചേർന്ന കുംഭം രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ ബന്ധുക്കളുടെ പരുഷമായ വാക്കുകളോ പെരുമാറ്റങ്ങളോ ഒക്കെ വേദനിപ്പിച്ചേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ നേരിടാം. ആഗ്രഹിച്ച വിജയം കൈവരിക്കുവാൻ കഠിന അധ്വാനം തന്നെ വേണ്ടിവരും. മാസത്തിലെ 2ാമത്തെ ആഴ്ച അധിക ജോലിഭാരം നേരിടേണ്ടി വന്നേക്കാം. പൂർവിക സ്വത്ത് സമ്പാദിക്കുന്നതിൽ തടസ്സം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ സമയത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനോ ഇഷ്ടപ്പെടാത്ത ആളുകളുമായി ഇടപഴകാനോ നിൽക്കാതിരിക്കുക. വാതുവെപ്പ്, ലോട്ടറി മുതലായവയിൽ നിന്ന് വിട്ടു നിൽക്കുക. സമയത്തിന് മുമ്പ് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ വിജയിക്കുക. അല്ലാത്ത പക്ഷം അത് നേടുന്നതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏത് പ്രശ്നവും നിങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് കാരണമാകും. പ്രണയബന്ധത്തിലോ വിവാഹ ജീവിതത്തിലോ നിങ്ങൾക്ക് സത്യസന്ധത പുലർത്തണമെന്ന് ഓർമ്മിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ചേർന്ന മീനം രാശിക്കാർ. ഓഗസ്റ്റ് മാസം മീനം രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. ഈ മാസം നിങ്ങൾ ആസൂത്രണം ചെയ്ത ജോലികൾ ഒക്കെ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. ബന്ധുക്കളിൽ നിന്ന് പൂർണ്ണമായ ഒരു പിന്തുണ ലഭിക്കും. ദീർഘകാലമായി തൊഴിലും ബിസിനസ്സും ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ അവർക്ക് ആഗ്രഹം പോലെ സാധിക്കും. ചില്ലറ വ്യാപാരികൾക്ക് ഈ സമയം കൂടുതൽ അനുകൂലമായിരിക്കും. വിദേശ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള നേട്ടങ്ങൾ ലഭിക്കും. ആഗസ്റ്റ് മധ്യത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ സഹായത്തോടെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കും. ഭൂമിയും കെട്ടിടവും വാങ്ങാനും വിൽക്കാനുമുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സഫലമാകുന്നതാണ്. മാസമധ്യത്തിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ അലങ്കാരത്തിനോ ഒക്കെ വേണ്ടി പണം ചെലവഴിക്കാം. കുടുംബത്തിൽ മംഗളകരവും മതപരവുമായ ചില സംഭവങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ 2ാം പകുതിയിൽ കരിയറുമായോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ബുദ്ധിയും വിവേചന അധികാരവും ഒക്കെ ഉപയോഗിച്ച് അവയെ മറികടക്കുവാൻ സാധിക്കും.